യോ ഗൈസ്, അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് ആംബുലൻസ് വന്നിരുന്നു. എന്റെ അച്ഛമ്മ മരിച്ചു പോയിരുന്നു ഗൈസ്. കൊണ്ട് ഗൈസ് അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് ആംബുലൻസ് വന്നിരുന്നു ഗൈസ്. എന്റെ അച്ഛൻ മരിച്ചായിരുന്നു ഗൈസ്. ആംബുലൻസ് ഞാൻ ഇതിന്റെ ഫ്രണ്ട് കണ്ടോ ഗൈസ്, കണ്ടോ എന്റെ അച്ഛമ്മ മരിച്ചു. അന്ന് ഈ അച്ഛമ്മ മരിച്ച ദിവസം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ വ്ലോഗ് എടുക്കാൻ തോന്നിയത് എങ്ങനെയാ? ചുമ്മാ ഒരു രസത്തിന് വേണ്ടി എടുത്തതാ. അത് കളിച്ചപ്പോ ഫോൺ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം കൊച്ചു ഫോൺ എടുത്ത് കളിച്ചപ്പോ അതങ്ങട് ആഡായിപ്പോയി. അങ്ങനെ അപ്ലോഡായി കൊറേ തെറി വന്നു. അതാണ് കൊച്ചിന് വിഷമം. അത് കഴിഞ്ഞു വാളെടുത്ത് ചുടുതാരകച്ചോരയിൽ നീരാട് എരിവെറ്റിയ വറ്റമുളകോ പിന്നെ നിൻ മനസ്സ്. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് ആംബുലൻസ് വന്നിരുന്നു ഗൈസ്. എന്റെ അച്ഛൻ മരിച്ചായിരുന്നു ഗൈസ്. എന്നിട്ട് എല്ലാരും തെറിയാറുണ്ടായിരുന്നു. എന്നിട്ട് കൊച്ചിന് തെറി പറഞ്ഞു അല്ലേ എല്ലാരും? സായിപ്പ് എന്ന് പറഞ്ഞ അക്കൗണ്ട് കൊറേ എന്നെ തെറി പറഞ്ഞു. അപ്പൊ മോന് വിഷമായോ? മോ കണ്ടോ ആ വീഡിയോ? അത് കഴിഞ്ഞിട്ട് കണ്ടു. ശരിക്കും പറഞ്ഞാ എന്താ പറയാ, ഈ കൊച്ചിന് വിവരമില്ലാത്തൊരു പ്രായമാണ്. ഈ ചെറിയ പ്രായത്തില് എന്താ പറയാ ഇങ്ങനെ കാണിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകളൊക്കെ, സാഹചര്യമൊക്കെ അറിയാതെ കാണിക്കുന്ന കുറെ തെറ്റുകളൊക്കെ നമ്മൾ അങ്ങോട്ട് ക്ഷമിച്ചു കൊടുക്കണമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് പ്രോത്സാഹിപ്പിക്കുന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ചൊക്കെ ഒന്ന് ക്ഷമിക്കാം. ആ ഒരു കൗതുകം ലേശം കൂടുതലായി പോയതിന്റെ കുഴപ്പമാണല്ലേ. വൈറലായി കഴിഞ്ഞിട്ട് ആളുകൾക്ക് എന്ത് പറഞ്ഞു? ഇപ്പൊ എല്ലാരും എപ്പോഴും ചിലപ്പോ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടപ്പോ ഒരുത്തം പറഞ്ഞു ഇവൻ തീർന്നില്ലെന്ന് പറഞ്ഞോ? ആണോ? അപ്പൊ കൊച്ചിന് ഇതൊക്കെ കാണുമ്പോ വിഷമാവുണ്ട് അല്ലേ? കമന്റ്സ് ഒക്കെ കാണാറുണ്ടോ? എല്ലാ ദിവസവും ഞങ്ങൾ നോക്കും. യൂട്യൂബ് ചാനലൊക്കെ ഇല്ലേ? യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ പോണു? 4 പേര് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അല്ലേ? കഴിഞ്ഞ വീഡിയോക്ക് 11 പേരുള്ളൂ സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ ഇപ്പൊ ആകെ 4 പേര് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാനും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അപ്പൊ ഇത് കാണുന്ന ആൾക്കാരോടൊക്കെ പറ, എനിക്ക് എന്റെ വ്ലോഗ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ. എല്ലാരും എന്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യണം. ചാനലിന്റെ പേര് പറഞ്ഞു കൊടുക്ക്. ചാനൽ അജി കിച്ചു കിച്ചു വ്ലോഗ്സ് എന്നാട്ടോ. കിച്ചു വ്ലോഗ്സ്. അപ്പൊ അതിനകത്ത് കണ്ടിന്യൂസ് ഞങ്ങള് വ്ലോഗൊക്കെ ഇടും അല്ലേ? ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സ്കൂളിലൊക്കെ പോയപ്പോ എന്തായിരുന്നു റെസ്പോൺസ് ഒക്കെ? ആളാകെ വൈറലായി. മിസ് കണ്ടിട്ട് എന്താ പറഞ്ഞു? മിസ് അദ്വൈതുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഒരു ഞങ്ങളെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് മിസ് വിളിക്കണമെന്ന് പറഞ്ഞേ. അപ്പൊ മിസ്സിന്റെ അടുത്ത് നിന്നപ്പോഴാണ് മിസ് ആ വീഡിയോ നല്ലതാന്ന് പറഞ്ഞു. മോന്റെ പേര് അദ്വൈത് എന്നാണ്. 2ാം ക്ലാസ്സിലാണ് പഠിക്കണത്. ഇനി ഞങ്ങള് 2ലോട്ടാണ് പോയി തകർക്കാൻ പോണത് അല്ലേ? ഇനിയിപ്പോ വ്ലോഗൊക്കെ വരില്ലേ? അച്ഛനും ഒക്കെ എല്ലാരും വീട്ടിൽ ആരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണേ? അമ്മയാണ് സപ്പോർട്ട് ചെയ്യണേ വ്ലോഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. വ്ലോഗൊക്കെ ആരെ ആദ്യം പറഞ്ഞു തുടങ്ങിയ വ്ലോഗ് ചെയ്യാന്ന്? അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, അന്ന് ഈ അച്ഛമ്മ മരിച്ച ദിവസം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ വ്ലോഗ് എടുക്കാൻ തോന്നിയത് എങ്ങനെയാ? ചുമ്മാ ഒരു രസത്തിന് വേണ്ടി എടുത്തതാ ആണ്? എന്താ ആംബുലൻസ് കണ്ടപ്പോ ഭയങ്കര ഒരു കൗതുകം തോന്നിയില്ലേ? ആംബുലൻസ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല വാവ? കണ്ടിട്ടുണ്ട്. അടുത്ത് കണ്ടിട്ടില്ല അല്ലേ? അടുത്ത് കണ്ടിട്ടില്ല. കണ്ടപ്പോ ഇഷ്ടായോ? അപ്പൊ കേറിയൊക്കെ നോക്കിയപ്പോ കൊച്ചിനൊരു വ്ലോഗ് എടുക്കാൻ തോന്നി. അതാണ് ഇതായത്. പക്ഷെ അന്ന് തന്നെ അല്ലല്ലോ ഈ വീഡിയോ ഇറങ്ങിയത്. അച്ഛമ്മ മരിച്ചതിന്റെ അന്നല്ല. അതെല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്. ഈ അടുത്ത കഴിഞ്ഞ മാർച്ചില് ഞാൻ എടുത്തതാ. അപ്പൊ 7ാം തീയതി ഞാൻ കളിച്ച് അത് ആഡായിപ്പോയി. അത് കളിച്ചപ്പോ ഫോൺ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം കൊച്ചു ഫോൺ എടുത്ത് കളിച്ചപ്പോ അതങ്ങട് ആഡായിപ്പോയി. അങ്ങനെ അപ്ലോഡായി കൊറേ തെറി വന്നു. അതാണ് കൊച്ചിന് വിഷമം. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾ വ്ലോഗ് എടുക്കൽ നിർത്തിയില്ല. ആംബുലൻസ് ഡ്രൈവർ വന്നില്ലേ പിന്നെ കുഞ്ഞിനെ കാണാൻ? തിരുവനന്തപുരത്തേക്ക് പോയി. അത് കഴിഞ്ഞ് കളമശ്ശേരിയിൽ വെച്ച് കണ്ടില്ലേ ഒരു പ്രാവശ്യം? ആംബുലൻസ് ആംബുലൻസ് മാത്രമേ കണ്ടുള്ളൂ, ആളെ കണ്ടില്ല.
വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ എന്താ പറഞ്ഞേ? പെട്ടെന്ന് വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ആയി പോയില്ലേ, ഒരു അബദ്ധം പറ്റിയതല്ലേ? അപ്പൊ എന്താ പറഞ്ഞത്? നല്ല വീഡിയോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീട്ടുകാരൊക്കെ ഫ്രണ്ട്സ് അപ്പുറത്തും ഇപ്പുറത്തും എന്താ പറയാ അയൽവാസികളൊക്കെ ഉണ്ടാവുമല്ലോ, ഫ്രണ്ട്സ് ഒക്കെ, അവരൊക്കെ എന്താ പറഞ്ഞേ? ഷെയ്ക്കാൻ്റെ തന്നു. മോൻ വൈറലായി അല്ലേ? ഈ വ്ളോഗിങ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടല്ലേ? അപ്പൊ ഈ ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗറൊക്കെ ഉണ്ടാവുമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടം അയാളുടെ വ്ളോഗൊക്കെ കാണാനായിട്ട്. അത് ആരാ ഉള്ളേ? കാർത്തിക് സൂര്യനാണോ ഇഷ്ടം? അപ്പൊ ചേട്ടനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരു ചിരിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ എന്താണ്, കാർത്തിക് സൂര്യയുടെ വ്ളോഗാണ് ഏറ്റവും ഇഷ്ടം. അതുപോലെയാണോ ചെയ്യാനായിട്ട് ആഗ്രഹം? അങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം? ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ എന്നെ കണ്ട് ഞാൻ ഒരു കൂട്ടുകാരിയാണ്. അപ്പൊ എന്നെ കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റുമോ? ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിന്റെ വ്ളോഗില് ഫോൺ. ഗായ്സ്, അപ്പൊ ഞാനിന്ന് ഇന്റർവ്യൂലാണ് ഗായ്സ്. അപ്പൊ ഞാൻ ചിത്രാന്റിനെ കണ്ടു ഗായ്സ്. ചേച്ചിനെ കണ്ടു ഗായ്സ്. അപ്പൊ ഇവിടെ നല്ലോണം മഴയാണ് ഗായ്സ്, വെള്ളപ്പൊക്കം വന്നു ഗായ്സ്, നല്ല ഇടിമിന്നലാണ്. നിങ്ങളുടെ അവിടെ മഴ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അയ്യോ, കമന്റ് ചെയ്യണം. നിങ്ങളുടെ അവിടെ മഴ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അല്ലേ? അപ്പൊ കൊച്ചിന്റെ വ്ളോഗൊക്കെ ഇനി അടുത്തത് അടിപൊളിയായിട്ടുള്ള വ്ളോഗുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇനിയിപ്പൊ അങ്ങോട്ട് വ്ളോഗുകളൊക്കെ കണ്ടിന്യൂസ് ചെയ്യൂലേ? അപ്പൊ ഇനി സ്കൂളിൽ പോകുമ്പോഴൊക്കെ എങ്ങനെ ചെയ്യും വ്ളോഗൊക്കെ? സ്കൂളിൽ പോകുമ്പോഴൊക്കെ ചിലപ്പോ ചെയ്യും. സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാം. പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ 4 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ ഇപ്പൊ. അത് കൂട്ടണം. ഒരു വീഡിയോക്ക് 11 സബ്സ്ക്രൈബേഴ്സ്. വ്യൂസ് ആയിരിക്കുമടാ? അല്ല, സബ്സ്ക്രൈബേഴ്സ് ആണ്. ഓക്കെ. അപ്പൊ 12 പേരുണ്ടാവും അല്ലേ? എന്റെ ചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്തെന്നും പറഞ്ഞോണ്ട് പറ്റിച്ച്. അങ്ങനെയൊക്കെ ചെയ്യാമോ അല്ലേ? ആരും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞിട്ട് പറ്റിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലാണ് ഞങ്ങൾക്ക് വളരാൻ പറ്റുള്ളൂ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പാട്ടൊക്കെ പാടൂലേ? എനിക്കറിയാലോ, പാടണം, ഞാൻ കേട്ടിട്ടുണ്ട്. ആടിന്ന മകനെ മകനെ മുത്തായവനെ, ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്തു വെച്ചോരട്ടക്കളി തീരാത്ത വാശി, അണ്ണൻ മിഷ വെച്ചോരട്ടപ്പുലി, ഭയമേ മാറിപ്പോവി അണ്ണമ്മ തുമ്പിത്തുമില്ലേ, ഇരുട്ടിൻ സിറ്റി പാടും രാജാവന്ന് എല്ലാരും സുല്ലേ, ഇവനെ കൊടുവായെന്നും ചലക്കിണക്കെ, കാലം അടുത്ത് വെച്ച സ്വർഗമൊരു മഞ്ഞപ്പാട്, ഇല്ലുമിനാട്ടി അണ്ണത്തനി നാടൻ കൊടമല്ലുമിനാട്ടി യോ അണ്ണത്തരി നാടൻ കൊടമത്തുമിനാട്ടി, അണ്ണനോടി വരും ചടിയനും അടിപൊളി സാധനാട്ടോ നീ. ഇനി ഇഷ്ടപ്പെട്ട ഒരു നടനാരാ? രംഗണ്ണനെയാണ് ഇഷ്ടം. ഫഹദ് ഫാസിലല്ലേ? ഇഷ്ടാണോ രംഗണ്ണൻ? സിനിമ കണ്ടില്ലേ? സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഇടിപ്പടങ്ങളാണോ ഇഷ്ടം? അപ്പൊ എന്നിട്ട് എന്താ വ്ളോഗ് ചെയ്യാ? ഞാൻ ആവേശം കാണാൻ പോണേന്ന് പറഞ്ഞിട്ട് ഒരു വ്ളോഗ് ചെയ്തിട്ടൂടായിരുന്നോ? അതല്ലേ, അപ്പൊ ആവേശ സിനിമ കണ്ടതല്ലേ? അതിനകത്ത് കരിങ്കാളിയല്ലേ എന്ന് പറഞ്ഞ പാട്ടില്ലേ? മോനത് റീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പൊ അത് നമുക്കൊന്ന് ചെയ്താലോ? പ്രോപ്പർട്ടി ഞാൻ തരട്ടെ. കരിങ്കാളിയുടെ പ്രോപ്പർട്ടി വന്നു ഗൈസ് അല്ലേ? അതൊന്ന് ഇപ്പൊ എന്താ ചെയ്യാൻ പോണേന്ന് വ്ളോഗായിട്ട് പറ. വ്ളോഗ് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതോടുകൂടി നമ്മള് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അല്ലേ? ഈ കരിങ്കാളി എന്ന പാട്ടോടുകൂടി ഈ നാടകം അവസാനിക്കാൻ പോവുകയാണ്. നമുക്ക് കരിങ്കാളി കാണിച്ചാലോ? ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ഇപ്പൊ ചെയ്യാൻ പോണത് ഗൈസ്, അവിടെ നോക്കി പറ. കരിങ്കാളി ഗൈസ് ആണ്. ഓക്കെ, ശരി, കാണിച്ചോ. ഓക്കെ. കരിങ്കാളിയിലെ കൂടുങ്ങല്ലൂരി വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത്
ചുടുതാരകച്ചോരയിൽ നീരാട് എരിവെറ്റിയ വറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ് കളി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻ ചിലമ്പ്. അടിപൊളി അടിപൊളി. അപ്പൊ ഇനി അടിപൊളിയായിട്ട് വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റട്ടെ. ഇനി അങ്ങോട്ട് ഒരുപാട് വ്ളോഗുകളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തരില്ലേ ഞങ്ങൾക്ക് വ്ളോഗൊക്കെ? ഇതുപോലത്തുള്ള അടിപൊളി അടിപൊളി വ്ളോഗുകളൊക്കെ തരില്ലേ? പിന്നെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗുകളൊക്കെ ചെയ്യുന്നതായിരിക്കും കിച്ചൂസ് വ്ളോഗിൽ അല്ലേ? ഓക്കെ, ഒരു ടാറ്റ പറഞ്ഞേ ഗൈസ്. ടാറ്റാന്ന് പറ. ഗൈസ് ടാറ്റ. ടാറ്റാ.